ഇസ്രയേൽ ഹമാസ് പ്രശ്നത്തിലും റഷ്യ യുക്രൈൻ യുദ്ധത്തിലും ഒരു വലിയ ട്വിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇസ്രയേൽ ഭാഗത്ത് നിരവധി ഏരിയകളിൽ ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്നു. ഇതിന്റെ കാരണം എന്താണെന്ന് നോക്കുമ്പോഴാണ് ഇസ്രയേലിൽ പവർ ഗ്രിഡ് ഭാഗത്ത് ഹാക്കേഴ്സ് ചെറിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത്. ഈ ഹാക്കേഴ്സ് രണ്ട് രാജ്യങ്ങളിലുള്ളവരായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ഒന്ന് ഇറാൻ, രണ്ട് റഷ്യ. സോ ഹമാസിന് അനുകൂലമായി, ഫലസ്തീന് അനുകൂലമായി, അതുപോലെ തന്നെ ഗാസയ്ക്ക് അനുകൂലമായി ആരാണ് പ്രവർത്തിച്ചത് എന്ന് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇസ്രയേലിൽ ഒരു ആവേശമുണ്ട്. തീർച്ചയായും ഇത് ഇറാൻ ഹാക്കേഴ്സ് ആയിരിക്കും ചെയ്തതെന്നായിരിക്കും ആരോപണം ഉയർത്താൻ പോകുന്നത്. ഇറാൻ ഹാക്കേഴ്സിനെ സഹായിച്ചു എന്ന പേരിൽ റഷ്യ എന്ന രാജ്യത്തിന്റെ പേരും ഇതിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് വന്നിട്ടുള്ളത് എന്ന് ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, മറക്കാതെ ജോയിൻ ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റഷ്യയുടെ നോവോചെർക്കാസ് എന്ന ഒരു നേവി ഷിപ്പ്, ഈ നേവി ഷിപ്പ് ക്രീമിയയിലെ ഫിയോഡാസിയയിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു മിസൈൽ വന്ന് കപ്പലിൽ പതിക്കുന്നു. ഇത് വിക്ഷേപിച്ചത് ഉക്രൈന്റെ വ്യോമസേനയാണ്. പെട്ടെന്ന് ഒരു മിസൈൽ വന്ന് പതിച്ച് ആ മിസൈൽ തവിടുപൊടിയായി. അങ്ങനെ ആ കപ്പൽ മുങ്ങി എന്ന ഒരു അറിയിപ്പ് ഉക്രൈന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നു. പക്ഷെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് റഷ്യ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മിസൈൽ വന്ന് പതിച്ചു എന്നത് ശരിയാണ്, കപ്പലിന് സാരമായ ഡാമേജും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ കപ്പൽ ഇതുവരെ മുങ്ങിപ്പോയിട്ടില്ല എന്നാണ്. ഇതാണ് കഴിഞ്ഞ ദിവസം വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിരുന്നത്. ഫിയോഡാസിയിൽ ഇങ്ങനെ ഒരു മിസൈൽ വന്ന് പതിക്കുമ്പോൾ ഇത് റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം എന്തുകൊണ്ട് പ്രതിരോധിച്ചില്ല? ഇതാണ് ഇപ്പോൾ പല മാധ്യമങ്ങളിലെയും പ്രധാന ചർച്ചാ വിഷയം. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് പഠിച്ചതിന് ശേഷം അതിന്റെ അപ്ഡേറ്റ് തീർച്ചയായും നമ്മുടെ ചാനലിലൂടെ തന്നെ ഷെയർ ചെയ്യാം. അടുത്തത് ഉക്രൈൻ. ഉക്രൈന് വളരെ വലിയ രീതിയിൽ സഹായം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് UK. അതുകൊണ്ട് തന്നെ എപ്പോഴും UKയോട് നന്ദിയുള്ളവരായിരിക്കുമെന്ന് ഉക്രൈൻ അറിയിച്ചിരിക്കുന്നു. ഉക്രൈന്റെ ആർമി ചീഫ് വലേരി പറഞ്ഞിരിക്കുന്നു UKക്ക് വളരെയധികം നന്ദി. ഇതേ വലേരി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴുള്ള ഉക്രൈന്റെ സൈന്യം, അതുപോലെ അവരുടെ പെട്ടെന്നുള്ള പ്രവർത്തനം, ഇതിലൊന്നും സാറ്റിസ്ഫൈഡ് അല്ല എന്നതാണ്. ഇതെന്തുകൊണ്ടാണ് ആർമി ചീഫ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്ന് നോക്കുമ്പോഴാണ് ഇപ്പോൾ ഉക്രൈൻ ആർമിയിൽ നിരവധി അഴിമതി നടക്കുന്നുണ്ട്. അഴിമതി മാത്രമല്ല, നിരവധി ട്രൂപ്സ് ആക്രമിക്കപ്പെടുകയാണ്. ഉക്രൈന്റെ കൗണ്ടർ ഒഫൻസീവ് എല്ലാം പരാജയപ്പെട്ടു. ഉക്രൈന്റെ പ്രധാനപ്പെട്ട കൗണ്ടർ ഒഫൻസീവ് ആദ്വിക ഭാഗത്തുണ്ടായിരുന്നല്ലോ, അതെല്ലാം പരാജയപ്പെട്ടു. അവരുടെ നീക്കം അത്രയ്ക്കും ശരിയാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങളിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നതാണ് അദ്ദേഹത്തിന്റെ അറിയിപ്പ്. പുതിയതായി 5 ലക്ഷം സൈനികർ ഹൈ എനർജിയോടെ ഉക്രൈന്റെ ട്രൂപ്സിൽ അംഗമാകണം. പക്ഷേ ഓൾറെഡി ഉക്രൈനിലുള്ള നിരവധി പേരെ ഇവിടെ ചേർത്ത് കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഈ 5 ലക്ഷം സൈനികരെ എവിടെ നിന്നും കണ്ടെത്തും? ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലുള്ളവർക്കും ഉക്രൈൻ സൈനികത്തിൽ അംഗമാകാനുള്ള അനുവാദം ഉക്രൈന്റെ ഭാഗത്തു നിന്നും കൊടുത്തു കഴിഞ്ഞു. അടുത്തതായി ഉക്രൈന്റെ ഡിഫൻസ് മിനിസ്റ്റർ റസ്റ്റം ഉമറോവ്, ഇദ്ദേഹവും UKക്ക് ഒരു ഡീപ് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചിട്ടുണ്ട്. കാരണം അടുത്തതായി F-16 ഉക്രൈനിലേക്ക് വരാൻ പോകുന്നു. അതിൻ്റെതായ ജോലികളെല്ലാം തകൃതിയായി നടക്കുന്നുണ്ട്. ഇതിനെല്ലാം പ്രധാന കാരണം UK ആണ്. സോ റസ്റ്റം പറയുന്നു, അമേരിക്ക ഞങ്ങൾക്ക് എത്രത്തോളം സഹായം ചെയ്തോ അതേ അളവിൽ തന്നെ ഉക്രൈന് UKയും സഹായം ചെയ്യുന്നുണ്ട് എന്നതാണ്. അടുത്തത് ഉക്രൈന്റെ കൗണ്ടർ ഒഫൻസീവ്. 2 മാസം കഴിഞ്ഞാൽ ഉക്രൈന്റെ കൗണ്ടർ ഒഫൻസീവ് ആരംഭിക്കും. അതുവരെ ഉക്രൈൻ ആക്രമിക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു സമയത്ത് ഉക്രൈന്റെ കൗണ്ടർ ഒഫൻസീവിന് ആവശ്യമായ ആയുധങ്ങൾ ഇതുവരെ അവരുടെ സ്റ്റോക്ക് വെൽസിൽ എത്തിയിട്ടില്ല എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉക്രൈന്റെ കൗണ്ടർ ഒഫൻസീവ് ഇനിയും ഡിലേ ആകാൻ സാധ്യതയുണ്ട് എന്നും പറയപ്പെടുന്നു. അങ്ങനെ ഡിലേ ആയാൽ വീണ്ടും ഉക്രൈൻ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതെ. കാരണം ഓൾറെഡി അവർ കൗണ്ടർ ഒഫൻസീവിൽ പിടിച്ചെടുത്ത എല്ലാ സ്ഥലങ്ങളെയും റഷ്യ വീണ്ടും തിരിച്ചു പിടിച്ചു. അവർ കൗണ്ടർ ഒഫൻസീവിൽ പിടിച്ചെടുത്ത സ്ഥലം മാത്രമല്ല, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങൾ റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഉക്രൈൻ ഒരു വലിയ തലവേദനയായി മാറാം. ഈ ഒരു സാഹചര്യത്തിൽ ക്രീമിയയ്ക്കുള്ളിൽ ഉക്രൈൻ റഷ്യയുടെ കപ്പലിൽ ആക്രമണം നടത്തി എന്നത് ഒരു പോസിറ്റീവ് നോട്ടാണ്. ഈ ഒരു പോസിറ്റീവ് നോട്ട് മാത്രമല്ല, ഉക്രൈന്റെ ആർമി ഓഫ് ഡ്രോൺ ആർമി ഉണ്ടല്ലോ, ഇത് കഴിഞ്ഞ ഒരാഴ്ച മാത്രം 391 റഷ്യൻ പൊസിഷൻസിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. സോ ഈ ഡ്രോൺ വെച്ച് എത്രത്തോളം കളി നീക്കാൻ പറ്റുമെന്ന് റഷ്യ ഉക്രൈൻ യുദ്ധം കൃത്യമായി മനസ്സിലാക്കി തരുന്നുണ്ട്. അതിലും പ്രത്യേകിച്ച് 391 റഷ്യയുടെ സ്ട്രോങ് പൊസിഷൻസ് ആക്രമണം നടത്തിയെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അത്രത്തോളം ഒരു ഡ്രോണിന് എന്ത് വേണമെങ്കിലും ഇപ്പോൾ ചെയ്യാം. അടുത്തത് സ്വീഡൻ നാറ്റോയിൽ അംഗമാകുന്നതിന് തുർക്കി വളരെയധികം എതിർപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളും തുർക്കിയിലേക്ക് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ സ്വീഡനെ നാറ്റോയിൽ അംഗമാകുന്നതിന് എതിർപ്പറിയിക്കാൻ പാടില്ല, സഹായിക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുർക്കിയുടെ F-16 ഓക്കെ ആയി. അതിനുശേഷം ഇത് തുർക്കിയുടെ പാർലമെന്റിൽ ഒരു വലിയ ചർച്ചാ വിഷയമായി മാറി. പിന്നീട് തുർക്കിയുടെ ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവ് വാർത്തയാണ് പുറത്തു വന്നത്. സ്വീഡൻ നാറ്റോയിൽ അംഗമാകാം, അതിന് ഞങ്ങളുടെ ഭാഗത്തു നിന്നും യാതൊരു എതിർപ്പും ഇല്ല എന്നതാണ്. അടുത്തത് ജപ്പാന്റെ മിറ്റ്സ്യു ആൻഡ് കോ എന്ന സ്ഥാപനത്തിലെ എംപ്ലോയീസിനെ എല്ലാം റഷ്യയുടെ ആർട്ടിക് LNG അതായത് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്ന പ്രോജക്റ്റിൽ നിന്നും പിൻവലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു തീരുമാനം ജപ്പാൻ വളരെയധികം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എടുക്കേണ്ടതായിരുന്നു. ഇപ്പോൾ വരെ ഇവരുടെ എംപ്ലോയീസ് ഈ ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഇനി വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പുറത്തേക്ക് വന്നോളൂ എന്ന് ജപ്പാന്റെ മിറ്റ്സ്യു കമ്പനി അറിയിച്ചിരിക്കുന്നു. അടുത്തതായി വന്ന ഒരു വാർത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടതാണ്. ഫ്രാൻസിന്റെ സീസർ ഹോവിറ്റ്സസ് നമുക്കറിയാം. ഇത് ഉക്രൈൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓൾറെഡി ഉക്രൈന്റെ ഭാഗത്ത് സീസർ ഹോവിറ്റ്സസ് ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഫ്രാൻസ് അവരുടെ സീസർ ഹോവിറ്റ്സസിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. സോ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടുത്തിയ സീസർ ഹോവിറ്റ്സസ് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, അത് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നൊരു അഭ്യർത്ഥന ഉക്രൈന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. ഉക്രൈന്റെ കൗണ്ടർ ഒഫെൻസീവിന് ടാങ്ക്സ് അതുപോലെ തന്നെ ഹോവിറ്റ്സസ് അത്യാവശ്യമായ കാര്യം തന്നെയാണ്. അതിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടുത്തിയ ഹോവിറ്റ്സസ് എന്ന് പറയുമ്പോൾ ഇത് ഉക്രൈനെ സംബന്ധിച്ച് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അടുത്തത് റഷ്യയുടെ ഏതോ ഒരു കീ സെക്ടറിൽ ഇന്ത്യ എന്തോ ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യ ആസ്ക്ഡ് ബൈ സാങ്ഷൻ. റഷ്യയുടെ കീ സെക്ടറുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്ന എല്ലാ രാജ്യങ്ങൾക്കുമെതിരെ അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇന്ത്യ അത് ചോദിച്ചു വാങ്ങുന്നു എന്നൊരു വാർത്ത റോയിറ്റേഴ്സ് വാർത്താ മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നു. ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയണമെങ്കിൽ ഒന്നുകിൽ ഈ വാർത്ത ഇന്ത്യ നിഷേധിക്കണം, അല്ലെങ്കിൽ ആ വാർത്ത അക്സെപ്റ്റ് ചെയ്യണം. എന്തായാലും റഷ്യക്ക് അനുകൂലമായ രീതിയിൽ ഇന്ത്യ തീരുമാനമെടുക്കാൻ സാധ്യതയില്ല. ഇന്ത്യക്ക് എന്താണോ ആവശ്യം, ഏതാണോ ശരി, ആ രീതിയിലായിരിക്കും തീരുമാനമെടുക്കുന്നത്. ഇത് ലോക രാജ്യങ്ങൾക്കിടയിൽ നിന്നും ഇന്ത്യയെ വേർപെടുത്താനായി പാശ്ചാത്യ രാജ്യങ്ങൾ ഒരു കീയായി പ്രയോജനപ്പെടുത്താം. ഇത്രയും നാൾ ഇന്ത്യ കുടുങ്ങിയില്ല. ഇനി റഷ്യയുടെ കീ സെക്ടറിൽ ഒരു സഹായം അഭ്യർത്ഥിച്ചു എന്ന് പറയുമ്പോൾ ഇന്ത്യക്കെതിരെയും ഒരു സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താമെന്നും പറഞ്ഞ് ഒരു സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താൻ അധിക സമയമാവില്ല. പക്ഷെ ഇതിൽ നിന്നും ഇന്ത്യ എങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നു എന്നതും ഒരു വലിയ ചോദ്യം തന്നെയാണ്. ഉക്രൈനെ സംബന്ധിച്ച് കഴിഞ്ഞ 4 മാസത്തിൽ 20% റഷ്യയുടെ ഫ്ലീറ്റിൽ നിന്നുള്ള നാവികസേനയെ നശിപ്പിച്ചിട്ടുണ്ട്. ഇത് വലിയൊരു സക്സസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. കരിങ്കടലിൽ റഷ്യക്കുണ്ടായ നഷ്ടങ്ങളിൽ ഈ ഒരു നഷ്ടം വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. സോ ഫ്രാൻസിന്റെ പക്കൽ നിന്നും ഹോവിറ്റ്സസ് ആവശ്യപ്പെട്ടിരിക്കുന്നു. അമേരിക്കയുടെ സഹായം ഡിലേ ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. UK സഹായങ്ങൾ ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു. UK എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുമെന്ന് ഉക്രൈൻ അറിയിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഉക്രൈൻ വലിയ അളവിൽ കൗണ്ടർ ഒഫെൻസീവ് നടത്താൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നോക്കാം ഇനിയും എന്തൊക്കെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണ് ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ വരാൻ പോകുന്നത് എന്ന്. ഇസ്രയേൽ ഹമാസ് പ്രശ്നത്തിലും റഷ്യയുടെ പേര് ഉൾപ്പെടാൻ ആരംഭിച്ചിരിക്കുന്നു. മാത്രമല്ല ഇറാന്റെ പേരും ഉൾപ്പെടുന്നുണ്ട്. ഇനിയും എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് വരുന്നതെന്നറിയാൻ വോയിസ് ഓഫ് വിക്കി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റായി ചേർക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.